എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ, ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ ആണ്. മോഡേൺ ഹോസ്പിറ്റൽ കൊടുങ്ങല്ലൂരാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വെയിറ്റ് എങ്ങനെ കൂട്ടാം എന്നുള്ളതിനെ കുറിച്ചാണ്. വെയിറ്റ് കുറയ്ക്കുന്ന അത്ര എളുപ്പമൊന്നും അല്ല കേട്ടോ വെയിറ്റ് കൂട്ടുക എന്നുള്ളത്. വെയിറ്റ് കൂട്ടാനായിട്ട് വളരെയധികം പ്രയാസമാണ്. ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ വെയിറ്റ് കൂട്ടുക എന്ന് പറയുന്നത് ഒരുപാട് ഡയറ്റ് എടുത്തു കഴിഞ്ഞാലും ഒരുപാട് ഭക്ഷണത്തെ നമ്മൾ നിയന്ത്രിച്ചു കഴിഞ്ഞാലും ഒന്നും ചിലപ്പോൾ വെയിറ്റ് കൂടണമെന്നില്ല. ഒരുപാട് കാലങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്യേണ്ടി വരും. ഏകദേശം ഒരു 6 months to 1 year എങ്കിലും വെയിറ്റ് കൂട്ടാനായിട്ട് അതിനായിട്ട് തന്നെ നിങ്ങൾ നിൽക്കേണ്ടി വരും. സാധാരണ എല്ലാവരുടെയും ഒരു വിചാരം എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുന്നതെന്നാണ്. ഒരിക്കലും അങ്ങനെ അല്ല കേട്ടോ. വെയിറ്റ് കൂട്ടാനും അല്ലെങ്കിൽ നോർമൽ വെയിറ്റ് ഉള്ളവരാണെങ്കിലും ഒക്കെ നമ്മുടെ ഒരു റുട്ടീൻ്റെ ഭാഗമായിട്ട് വർക്കൗട്ടൊക്കെ മാറ്റാം. അതുപോലെ തന്നെ ചിലരുടെ മെറ്റബോളിസത്തിൽ വ്യത്യാസം ഉണ്ടാവും. മെറ്റബോളിസം ചിലർക്ക് വളരെ ഹൈ ആയിരിക്കും. ഹയർ മെറ്റബോളിസം ഉള്ളവർക്ക് വെയിറ്റ് കുറയുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഫുഡിലേക്ക് പ്രോപ്പർ അബ്സോർപ്ഷൻ നടക്കാത്തപ്പോൾ, അതായത് നമ്മൾ നോർമലായിട്ട് ഹൈ കാലറി ഫുഡൊക്കെ കഴിക്കുന്നുണ്ടാവും, പക്ഷെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ള ആഹാര സാധനങ്ങൾ ഒഴിവാക്കും, അതായത് വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷൻ ബോഡിയിലോട്ട് നടക്കുന്നുണ്ടാവില്ല. അങ്ങനെയും വെയിറ്റ് കുറഞ്ഞു വരാറുണ്ട്. പിന്നെ പാരമ്പര്യ ഘടകം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പാരമ്പര്യമായിട്ട് ഇപ്പോൾ ഫാദറിനോ മദറിനോ ഒക്കെ വെയിറ്റ് കുറവാണെങ്കിൽ കുട്ടികൾക്ക് ഒരിക്കലും വെയിറ്റ് കൂടത്തില്ല. മിക്കതും കണ്ടുവരുന്നത് അവർക്ക് കുറഞ്ഞു തന്നെയായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെയുള്ളവർ എത്ര ഡയറ്റ് എടുത്തിട്ടും കാര്യമില്ല. വളരെ അപൂർവമായിട്ട് മാത്രമേ അങ്ങനെയുള്ളവർക്ക് വെയിറ്റ് കൂടുള്ളൂ. വെയിറ്റ് കൂട്ടാനായിട്ട് ഉള്ള കുറച്ച് ഭക്ഷണ സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്നാമത്തേത് നേന്ത്രപ്പഴം നെയ്യ് വാട്ടിയിട്ടോ പുഴുങ്ങിയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ നല്ലൊരു ഫുഡാണ്, അതായത് ഫ്രൂട്ടാണ് നേന്ത്രപ്പഴം വെയിറ്റ് കൂട്ടാനായിട്ട്. രണ്ടാമത്തേത് തൈരിൽ കുറച്ച് പഞ്ചസാര മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത്, ഒരു ലസ്സി പോലെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും വെയിറ്റ് കൂട്ടാനായിട്ട്. മൂന്നാമത്തേത് ചെറുപയർ എന്ന് പറയുമ്പോൾ നമ്മൾ കഞ്ഞിപ്പയർ, പച്ചപ്പയർ എന്നൊക്കെ പറയാറുണ്ട്. ഈ ചെറുപയർ യൂസ് ചെയ്യാം. അതും പുഴുങ്ങിയിട്ട് കുറച്ച് ശർക്കരയും തേങ്ങയൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു ടീ ടൈം സ്നാക്കൊക്കെ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും വെയിറ്റ് കൂടാനായിട്ട് വളരെ നല്ലതാണ്. നട്ട്സ് യൂസ് ചെയ്യുക. നട്ട്സ്, ബദാമോ കാഷ്യൂസോ എന്തെങ്കിലും യൂസ് ചെയ്യുന്നതും വെയിറ്റ് കൂടാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വെയിറ്റ് കൂടാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബട്ടറാണ് പീനട്ട് ബട്ടർ റെഗുലറായിട്ട് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെ 1 day യൂസ് ചെയ്യാവുന്നതാണ്. അത് വെയിറ്റ് നന്നായിട്ട് കൂട്ടും കേട്ടോ. അപ്പോൾ പീനട്ട് ബട്ടർ റെഗുലറായിട്ട് ഉപയോഗിക്കുക. ഈ പറഞ്ഞ ആഹാര സാധനങ്ങളൊക്കെ നിങ്ങൾ നിരന്തരം ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഒരു ദിവസം ഉപയോഗിച്ചിട്ട് പിറ്റേ ദിവസം സ്കിപ്പ് ചെയ്തിട്ട് കാര്യമില്ല, റെഗുലറായിട്ട് ഉപയോഗിക്കുക. വെയിറ്റ് കൂട്ടാനായിട്ട് ഒരു അടിപൊളി സ്മൂത്തി കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് റെഗുലറായിട്ട് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഇത് ഉപയോഗിക്കേണ്ട ഏത് ടൈമാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ മിഡ് മോർണിംഗ് ടൈമിൽ, അതായത് ഒരു 10:30-11 സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇമ്മീഡിയറ്റ് ആയിട്ടല്ല, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ടീ ടൈമിലും ഈ സ്മൂത്തി യൂസ് ചെയ്യാവുന്നതാണ്. 2 നേരം വേണ്ട, ഒരു ദിവസം ഒരു നേരം ഉപയോഗിച്ചാൽ മതിയാവും. ഒന്നെങ്കിൽ മിഡ് മോർണിംഗ് ടൈമിൽ അല്ലെങ്കിൽ ടീ ടൈമിൽ. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മിക്സിയുടെ ജാറ് നന്നായിട്ട് ക്ലീൻ ചെയ്ത മിക്സിയുടെ ജാറിലേക്ക് 200 ml ഫുൾ ഫാറ്റ് മിൽക്ക് വേണം കേട്ടോ. ലോ ഫാറ്റും സ്കിംഡും ഒന്നും യൂസ് ചെയ്യരുത്. ഫുൾ ഫാറ്റ് മിൽക്ക് ആഡ് ചെയ്യുക. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓട്സ് ആഡ് ചെയ്യുക. പഴം, ഏതെങ്കിലും പഴം മതി, പൂവമ്പഴോ ഞാലിപ്പൂവരോ അല്ലെങ്കിൽ റോബസ്റ്റയോ ഏതെങ്കിലും പഴം ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ ആഡ് ചെയ്യാം. ഒരു 5 ബദാം തലേ ദിവസം കുതിർത്തി തൊലി കളഞ്ഞിട്ട് അത് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. 3 ഈന്തപ്പഴം കുരു കളഞ്ഞിട്ട് അതും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ വേണമെങ്കിൽ ഹണി യൂസ് ചെയ്യാം കേട്ടോ, അതിന് പ്രോബ്ലം ഇല്ല. ഷുഗർ ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം, പക്ഷെ നമ്മൾ ഷുഗർ അധികം പ്രൊമോട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഈ സ്മൂത്തി ഡെയിലി റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് നന്നായിട്ട് കൂടുന്നതായിരിക്കും. വളരെ നല്ലൊരു സ്മൂത്തിയാണിത്. നല്ല ടേസ്റ്റിയറും ആണ്, അതുകൊണ്ട് മടുക്കത്തൊന്നുമില്ല. ഡെയിലി നിങ്ങൾക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യുക. ഒരു 6 month ഒക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ, നന്നായിട്ട് വെയിറ്റ് കൂടുന്നതായിരിക്കും. വെയിറ്റ് കുറയാന്ന് പറയുന്നത് വല്ലാത്ത പ്രോബ്ലം ആണ് മിക്കവർക്കും. കാരണം കമ്മ്യൂണിറ്റിയിലൊക്കെ പോകുമ്പോൾ, സമൂഹത്തിലൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷൻസിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ ഒക്കെ ബോഡി ഷേമിങ്ങൊക്കെ ഒരുപാട് അനുഭവിക്കുന്ന 2 കാറ്റഗറീസാണ്, വെയിറ്റ് കൂടുതലുള്ളവരും വെയിറ്റ് കുറവുള്ളവരും. വെയിറ്റ് കുറവുള്ളവർക്ക് വളരെ നല്ല ഒരു സ്മൂത്തിയാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും വേണം. പിന്നെ വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ എല്ലാവരും. വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലോ അതും പ്രോബ്ലം ആയിരിക്കും. വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, അതായത് വൈറ്റമിൻ D3 30 കുറവാണെങ്കിൽ സപ്ലിമെൻ്റ് എടുക്കണം. അത് ഡോക്ടറുടെയോ ഡയറ്റീഷ്യൻ്റെയോ നിർദ്ദേശപ്രകാരം സപ്ലിമെൻ്റ് എടുക്കാവുന്നതാണ്.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഞാൻ ഉടനടി റിപ്ലൈ തരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.